അന്താരാഷ്ട്ര ഉപരോധ ഭീഷണികളെയും പാശ്ചാത്യ രാജ്യങ്ങളുടെ എതിർപ്പുകളെയും ശക്തമായി തള്ളിപ്പറഞ്ഞുകൊണ്ട് തങ്ങളുടെ സുസ്ഥിരത ഊർജ്ജഭാവിക്കായി റഷ്യനും ഇറാനും നിർണായകമായിട്ടുള്ള ഒരു ചുവടുവയ്പ് നടത്തിയിരിക്കുകയാണ്. ഇറാനിൽ 4 പുതിയ ആണവ നിലയങ്ങൾ നിർമ്മിക്കുന്നതിനായിട്ട് റഷ്യ സ്റ്റേറ്റ് എനർജി കോർപ്പറേഷനായിട്ടുള്ള റോസാറ്റുമായി ഇറാൻ $25 ബില്യൺ ചരിത്രപരമായിട്ടുള്ള ഒരു കരാറിൽ ഒപ്പുവെച്ചിരിക്കുകയാണ്. ഇവിടെ കാണാൻ സാധിക്കുന്ന ഒരു സ്നേഹപ്രകടനം കൂടിയാണ് റഷ്യയുടെയും ഇറാന്റെയും. ഇറാനിലെ ഔദ്യോഗികമായിട്ടുള്ള വാർത്താ ഏജൻസി ആയിട്ടുള്ള IRNA റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് റഷ്യയിൽ നടന്ന ആറ്റം എക്സ്പോ 2025 എക്സിബിഷനിൽ വെച്ചാണ് ഈ തന്ത്രപ്രധാനമായിട്ടുള്ള കരാർ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. ഈ പദ്ധതിയെ തന്ത്രപരം എന്നാണ് റോസാറ്റാം വിശേഷിപ്പിക്കുന്നത്. സമാധാനപരമായിട്ടുള്ള ആണവ സഹകരണത്തോടുള്ള ഇരു രാജ്യങ്ങളുടെയും അചഞ്ചലമായിട്ടുള്ള പ്രതിബദ്ധതയാണ് ഈ കരാർ പ്രതിഫലിപ്പിക്കുന്നത് എന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. റോസാറ്റം മേധാവി അലക്സി ലിഖാച്ചോവും ഇറാന്റെ ആണവോർജ്ജ സംഘടനയായിട്ടുള്ള തലവൻ മുഹമ്മദ് ഇസ്ലാമിയും തമ്മിലാണ് കരാർ ഒപ്പുവെച്ചിട്ടുള്ളത്. തെക്ക് കിഴക്കൻ ഹോർമോസ്ഗാൻ പ്രവിശ്യയിലെ സിറിക് മേഖലയിൽ 500 ഹെക്ടർ സ്ഥലത്താണ് പുതിയ ജനറേഷൻ പ്ലാന്റുകൾ നിർമ്മിക്കുന്നത്. ഇവ പൂർത്തിയാകുന്നതോടെ 5000 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായും പറയുന്നുണ്ട്. നിലവിൽ പീക്ക് ഡിമാൻഡ് സമയത്ത് ഈയിടയ്ക്കിടെ വൈദ്യുതി ക്ഷാമം നേരിടുന്ന ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കരാർ ഏറെ നിർണായകമാണ്. നിലവിൽ റഷ്യ നിർമ്മിച്ച തെക്കൻ നഗരമായിട്ടുള്ള ബുഷഹറയിലുള്ള ഒരു ജിഗാവാട്ട് ശേഷിയുള്ള ആണവ നിലയം മാത്രമാണ് രാജ്യത്ത് പ്രവർത്തിക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഈ കരാർ കൊണ്ട് ഉദ്ദേശിക്കുന്ന വലിയൊരു സംഭവം കൂടിയുണ്ട്. ആണവോർജം നിലനിൽക്കുന്ന ഇറാനിൽ റഷ്യയും കൂടി കൈചേർത്ത് തൻ്റെ കരാറുകൾ രൂപപ്പെടുത്തുമ്പോൾ 2 പേര് ഭയക്കുന്നുണ്ട്. ഒന്ന് അമേരിക്കയും ഒന്ന് ഇസ്രയേലും. ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രയേലിനെ എല്ലാ രാജ്യങ്ങളും കുറ്റപ്പെടുത്തി ഇസ്രയേൽ ഒറ്റൊരു അല്ലെങ്കിൽ തനിച്ചു പോകുന്ന ഒരു രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. പക്ഷേ അമേരിക്ക അങ്ങനെയില്ല. അമേരിക്ക ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും ചില കാര്യങ്ങളിൽ ഇസ്രയേലിൻ്റെ നിലപാടിൽ നിന്ന് മാറി നിൽക്കുന്നതും കാണാം. അതായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നിരുന്ന ഈ ട്രംപും അല്ലെങ്കിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയിരുന്ന ഒരു വാഗ്വാദങ്ങൾ എന്ന് പറയുന്നത്. ഇതിനിടയിലേക്കാണ് ഒരു പുതിയ കരാർ കൊണ്ടുവന്നിരിക്കുന്നത്. റഷ്യ ഇറാനും കൂടി ഒരേപോലെ ഒന്നിക്കുകയാണ് എന്നുള്ള രീതിയിലേക്ക്. ഈ കരാർ അവരെ ഏറ്റവും കൂടുതൽ ബലപ്പെടുത്തുന്നത് ഇനി ഇസ്രയേലിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ നേരിടാനുള്ള കഴിവ് ഇരു കൂട്ടരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നുള്ളത് കൂടിയാണ്. ഇത് ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നതും ഇസ്രയേലിനെ തന്നെയാണ്. ബെഞ്ചമിൻ നെതന്യാഹുവിനെ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ കയറിയപ്പോൾ ഇറക്കി വിടുകയും അവിടെ സമരങ്ങൾ ഉന്നയിക്കുകയും പല രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നടത്തുകയും വളരെ നാണം കെട്ട രീതിയിൽ ഒരു രീതിയിലൊക്കെ പോയിരുന്നു. പക്ഷേ അതിൽ നിന്നെല്ലാം മാറിക്കൊണ്ട് റഷ്യയും ഇറാനും തൻ്റെ പുതിയ തന്ത്രങ്ങൾ മെനഞ്ഞെടുക്കുമ്പോൾ ഇതിൽ വീഴാൻ പോകുന്നത് നാറ്റോ രാജ്യങ്ങൾ മാത്രമല്ല ഇസ്രയേലും അല്ലെങ്കിൽ അമേരിക്കയും തന്നെയായിരിക്കും. ഇതൊരിക്കലും ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാൻ പറ്റുന്നതല്ല. അവർ അതിനു വേണ്ടിയിട്ടുള്ള മറ്റു കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഇറാൻ പറയുന്ന ഒറ്റൊരു കാര്യമുണ്ട്. അതായത് ഖമേനി പറയുന്ന ഒരു ഒറ്റ വാചകമുണ്ട്: ഞങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ ഇനി ഒന്നും നോക്കില്ല, നിങ്ങളെ തീർത്ത് കളയും. അത് തന്നെയായിരിക്കും നടക്കാൻ പോകുന്നതും. അത് നമ്മൾ കണ്ടതാണ്. ഇസ്രയേലും അമേരിക്കയും കൂടി ഒരു പക്ഷത്തേക്ക് വന്നപ്പോഴത്തേക്കും അമേരിക്കയുടെ ഭാഗത്തേക്ക് ഒരു ചെറിയ മിസൈൽ ഇറാൻ ഒന്ന് പരീക്ഷിച്ചു വിട്ടിരുന്നു. അതിൽ വലിയ വിജയമാണ് അന്ന് ഇറാൻ കണ്ടിരുന്നത്. അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ഭീഷണി തന്നെയായിരുന്നു. അതുകൊണ്ട് അമേരിക്ക ഒരിക്കലും ഇനി ഇറാനോട് ഒരു കൊമ്പ് കോർക്കാൻ വരുമെന്നതിലുപരി ഇസ്രയേൽ വന്നാലും അതിൽ നിന്ന് മാറി നിൽക്കുന്ന സാഹചര്യം മാത്രമേ കാണൂ. എന്നിരുന്നാലും ഇതെല്ലാം പറയുമ്പോൾ ഈ ലോകം ഉറ്റുനോക്കുന്ന ഒരു സംഭവമാണ് ആണവോർജം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആണവ പദ്ധതി എന്ന് പറയുന്നത്. ഇതിലേക്ക് റഷ്യയും കൂടി കൈകോർത്ത് കഴിഞ്ഞാൽ എന്താകും അവസ്ഥ എന്നതിൽ ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തതായിരിക്കും.